ഹലോ സർ, നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് സാറിനൊന്ന് പരിചയപ്പെടുത്താമോ? ഷുവർ. എൻ്റെ പേര് ജോബിസ് കുര്യൻ എന്നാണ്. ഞാനൊരു സി പി ആണ്. ഞാൻ സി പി ആയിട്ടേക്ക് ഏകദേശം ഇപ്പോൾ ഒരു 12 വർഷങ്ങളായി. സോ സി പി എ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുവൈറ്റിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. സോ ദാറ്റ്സ് വെൻ ഐ took സി പി എ. അപ്പോൾ അതിനുശേഷം ഐ മൂവ് ഫ്രം ദെയർ. ദെൻ ഐ വാസ് ഫിനാൻഷ്യൽ കൺട്രോളർ ഫോർ വൺ ഓഫ് ദോസ് കമ്പനീസ്. സോ അതിനുശേഷം കോവിഡിന് കുറച്ച് കാലഘട്ടങ്ങൾക്ക് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നു. Then I wanted to focus on training because that's where my passion lies. So I started off with CPA, then another course called EA, and something called a CIA. So these are the all of them are American courses. Okay, so that's where I am. I'm in the teaching for almost 6-7 years now. സോ വാട്ട് ഈസ് EA കോഴ്സ്? എന്താണ് EA കോഴ്സ് എന്ന് പറയുന്നത്? എൻറോൾഡ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ ഇത് LICയുടെ പോലെ എന്തോ ഒരു ഏജൻസ്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. എൻറോൾഡ് ഏജൻറ്റ് എന്ന് പറയുന്നത് US-ൻ്റെ ടാക്സേഷൻ അതോറിറ്റിയായ IRS, ഇൻറ്റേർണൽ റവന്യൂ സർവീസ് കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടാക്സേഷൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ് എൻറോൾ ഏജൻറ്റ്. സോ ആ എൻറോൾ ഏജൻറ്റ് ആയിക്കഴിഞ്ഞാൽ യു ഗെറ്റ് representation rights in the US taxation agency, IRS. Also, you have a lot of job opportunities across India. ഓക്കെ. എന്തൊക്കെയാണ് ഈ കോഴ്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്? ഈ കോഴ്സിൻ്റെ സ്കോപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം US-ലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ടാക്സേഷൻ്റെ ജോബ്സ് മുഴുവൻ ഏകദേശം 80% നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ബാക്ക് ഓഫീസ് PPO KPO സെൻറ്റേഴ്സിലൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ടാക്സേഷൻ്റെ വർക്കുകളുണ്ട്. ബാക്ക് ഓഫീസ് ബാക്ക് എൻഡ് വർക്കുകൾ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യയാണ്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോളജബിൾ ആയിട്ടുള്ള US ടാക്സേഷൻ അറിയാവുന്ന പരിചയമുള്ള യങ് ബ്ലഡിനെ ദേ നീഡ് ലോട്ട് ഓഫ് ദം. സ്പെസിഫിക്കലി എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് ബിഗ് ഫോറുകൾ, പിന്നെ അതുപോലെ തന്നെ മിഡ് ലെവൽ കമ്പനീസ് ബേസ്ഡ് ഇൻ ഹൈദരാബാദ് ആൻഡ് ബാംഗ്ലൂർ, ഈ സൈഡിലൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സോ ബേസിക്കലി അതാണ് എൻറോൾ ഏജൻറ്റ് കഴിഞ്ഞാലുള്ളൊരു സ്കോപ്പ് എന്ന് പറയുന്നത്. യു ഗെറ്റ് പ്ലേസ്ഡ് വെരി ഈസിലി ഇൻ ബിഗ് ഫോഴ്സ്. വാട്ട് ആർ ദ പ്രീ ക്വാളിഫിക്കേഷൻസ് ഓഫ് EA? എൻറോൾ ഏജൻറ്റ് എക്സാം എഴുതാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു പ്രീ ക്വാളിഫിക്കേഷൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഡിഗ്രി വേണം, അല്ലെങ്കിൽ BCom വേണം, BBA വേണം, അല്ല അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. കാരണം IRS ഈസ് വെരി ഓക്കെ ഓൺ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ചെയ്യാം. ഈവൻ +2 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാം പാസ്സാകാം. പക്ഷേ ഒബിയസ്ലി വെൻ ഇറ്റ് കംസ് ടു എംപ്ലോയബിലിറ്റി, ബിഗ് ഫോറിലൊക്കെ ആണെങ്കിൽ ദേ നീഡ് മിനിമം ഗ്രാജുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വി പ്രൊമോട്ട്, ഓക്കെ, അറ്റ് IBS we promote people who have done graduation or who are planning to do graduation along with EA enroll agent course. How tough is the EA course? EA exam is not really very tough, but yeah, it demands its own struggle. കാരണം ഇതൊരു കുറച്ചേറെ കോൺസെൻട്രേഷൻ വേണ്ട ഒരു കോഴ്സാണ്. എന്നിരുന്നാലും വളരെ ചെറിയ പാർട്ടുകളാണ്, 3 പാർട്ട് എക്സാമാണ്. സോ ഓരോ പാർട്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് റിയലി ടഫ്, അങ്ങനൊരു സംഗതി അല്ലത്. ഓക്കെ. Who has to do it? ആരൊക്കെയാണ് ഈ കോഴ്സ് ചെയ്യേണ്ടത്? ഐ വുഡ് സജസ്റ്റ്, ഇപ്പം നമ്മൾക്കറിയാം മറ്റു കോഴ്സുകൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ എല്ലാവരും SCCA അല്ലെങ്കിൽ CMA USA ഇങ്ങനൊരു ഫ്ലോയുടെ പുറകെ ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ നമുക്കറിയാം ദോസ് കോഴ്സസ് ആർ ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ്. SCCA ഒക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ സാച്ചുറേറ്റഡ് ആയി. നല്ലപോലെ സ്പെൻഡ് ചെയ്ത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ SCCA ഒക്കെ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ദെൻ ഇറ്റ് ഈസ് നോട്ട് വർത്ത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ when you have a lot of jobs in US taxation and it is not as much as a struggle like SCCA or CMA USA for that matter, I think it is an ideal alternative for CMA USA and SCCA. എങ്ങനെയാണ് IBSന്റെ ട്രെയിനിങ് വരുന്നത്?
what we focus in IBS is like, EA enroll agent എന്നുള്ള എക്സാം നമുക്ക് പാസ്സാകാൻ പറ്റും. പക്ഷേ when it comes to employability, okay, employers ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ്സിൽ കാണുന്നത് ഇറ്റ്സ് ലൈക്ക് they should be like ഒരു എംപ്ലോയബിൾ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ബേസ് മാത്രം പോരാ. they should have trainings on Excel, basic Microsoft PowerPoint and things like that. Those are all important. അതിനൊപ്പം തന്നെ ലാംഗ്വേജ് സ്കിൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ കുട്ടികളുടെ ഒരു പൊതു പ്രശ്നം എന്ന് പറയുന്നത് ലാംഗ്വേജ് ഈസ് എ ബിഗ് ട്രബിൾ. സോ പലപ്പോഴും നമുക്കറിയാം ഈ കോർപ്പറേറ്റ്സ് എല്ലാം ബാംഗ്ലൂർ, ഹൈദരാബാദ് ആ ഒരു ഏരിയയിലാണ് ബേസ്ഡ്. സോ എംപ്ലോയബിലിറ്റിക്ക് we need to concentrate not only on certification but again building making yourself as an executive where language skills as well as Excel, PowerPoint and on the job training is also very very important. So IBS is basically focused on that. So that's where our students would get a cutting edge over the others. എല്ലാ എക്സാംസും പാസ്സായാൽ മാത്രമാണോ ജോലിയിൽ കയറാൻ സാധിക്കുക? എല്ലാ എക്സാംസും പാസ്സാവണം നിർബന്ധമില്ല ജോലിയിലേക്ക് കയറാൻ. കാരണം ദർ ഈസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എൻറോൾ ഏജൻറ്റ്. ഈവൻ നമ്മൾ പാർട്ട് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ഇഫ് ദ കമ്പനി ഈസ് ലുക്കിംഗ് ഇൻ ടു ഇൻഡിവിജ്വൽ ടാക്സേഷൻ പ്രോബ്ലി യു ക്യാൻ ഫോക്കസ് ഓൺ ദാറ്റ്. അപ്പോൾ എല്ലാ എക്സാംസും പാസ്സാവണമെന്നില്ല. ദോ വി ഡോണ്ട് പ്രൊമോട്ട് ദാറ്റ്. ബിക്കോസ് ദ റീസൺ ബീയിങ് നമ്മളിപ്പോൾ ഒരു പാർട്ട് കഴിഞ്ഞു, നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ബാക്കിയുള്ളത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള സമയവും സൗകര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ല. സോ അതുകൊണ്ട് തന്നെ ഐഡിയലി ഓരോ പാർട്ടും ക്ലിയർ ആക്കിയതിന് ശേഷം എംപ്ലോയ്മെൻറ്റിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമാണോ EA സർട്ടിഫൈഡ് ആവാൻ സാധിക്കുക? അങ്ങനെ നിർബന്ധമില്ല. എക്സ്പീരിയൻസ് വേണം നിർബന്ധമില്ല. കാരണം ബേസിക്കലി അതിനുള്ളൊരു പ്രൊവിഷൻസ് പൊതുവേ ഇന്ത്യയിലില്ല. അൺലെസ് ആൻഡ് അൺടിൽ യു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് സംവെയർ. സോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറണമല്ലോ. ഇപ്പം ബിഗ് ഫോറുകളൊക്കെ ആണെങ്കിൽ they don't really look into that experience because they know how to train you, okay, on to their jobs. So once you are an EA certified ആയി കഴിഞ്ഞാൽ you naturally get placed into one of those companies. They would train you on these experience. അപ്പോൾ ലൈസൻസിങ്ങിന് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു മാറ്ററേ അല്ല. ലൈക്ക് CMA USA അല്ലെങ്കിൽ CPA അല്ലെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ ഒബ്വിയസ്ലി ലൈസൻസ് എന്ന് പറയുന്നതിൽ എക്സ്പീരിയൻസ് മാറ്ററാണ്. ഹിയർ യു ക്യാൻ ഗെറ്റ് എ ലൈസൻസ് ആൻഡ് ദെൻ യു സ്റ്റാർട്ട് വർക്കിംഗ്. ഈ കോഴ്സ് കാലിക്കറ്റിൽ അത്ര കേട്ടിട്ടില്ല, എന്താണ് കാരണം? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് EA എന്ന് പറയുന്ന കോഴ്സ് വലിയ ഫേമസ് ആയിട്ടുള്ളൊരു കോഴ്സല്ല. പലർക്കും ഇപ്പോഴും എന്താണ് എൻറോൾ ഏജൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻറോൾ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഏജൻസി അങ്ങനൊരു ചിന്തയാണ്. ഇപ്പോഴാണ് ഈ വർഷമൊക്കെയാണ് ഓക്കെ അതൊരു ആ കോഴ്സായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയത്. റീസൺ ബീയിങ് IRS എന്ന് പറയുന്ന ഏജൻസി, ഈ അതോറിറ്റി ഉള്ള അല്ലെങ്കിൽ ഈ ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റി ഉള്ള ഈ ഏജൻസി they don't advertise. ഇപ്പോൾ നമ്മൾ CMA USA ഒക്കെ ആണെങ്കിൽ IMA is there, building collaborations, advertising. ACC ആണല്ലോ അതുപോലെ. ഈ എൻറോൾ ഏജൻറ്റ് there is no advertisements. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ you go clear the exam and pass. സോ അതുകൊണ്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇത് തുടങ്ങിയിട്ടില്ല. മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് to teach enroll agent you need to be either a US CPA or an enroll agent. ഇതൊരു മസ്റ്റാണ്. കാരണം ഇതൊരു US ടാക്സേഷനിലുള്ള ഒരു പ്രൊഫഷണലാണ് അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷൻസിയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. സോ ആ ഒരു പ്രൊഫഷൻസി ഇല്ലാത്ത ഒരാൾക്കും ഇത് പഠിപ്പിക്കാനും പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ. ഫാക്കൽറ്റി പൂൾസ് ആർ നോട്ട് റിയലി അവൈലബിൾ ബിക്കോസ് കമ്പാരിറ്റീവ്ലി നമുക്ക് പരിചിതമല്ലാത്തൊരു കോഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ മാറ്റർ. നൗ വി ഹാവ് സ്റ്റാർട്ടഡ് ഇൻ കാലിക്കറ്റ്. വി ദ ഫസ്റ്റ് വൺ ടു സ്റ്റാർട്ട് ഇൻ കാലിക്കറ്റ് ആൻഡ് വി ഹാവ് എ ലെഗസി ഓഫ് 27 years behind us. So definitely that's going to take us. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിറങ്ങുന്ന ഒരാൾക്ക് സാലറി സ്കെയിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? EA ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ആസ് എ ഫ്രഷർ യു ഗെറ്റ് ലൈക്ക് somewhere around 38, 40, 42 ആ ഒരു റേഞ്ചിലാണ്. ദിസ് ഇസ് വാട്ട് ഐ ഹവ് സീൻ. നൗ അത് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു CA കഴിഞ്ഞ ഒരാൾക്ക് പോലും അത്രയും ഒരു സാലറിയിലേക്ക് ഇനീഷ്യലി വരാൻ പറ്റുന്നില്ല. മേ ബി ദേ ഗെറ്റ് മച്ച് മോർ ലേറ്റർ വിൻ യുവർ എക്സ്പീരിയൻസ്. സോ EA ദിസ് ഇസ് വാട്ട് യുവർ ഇനീഷ്യൽ സാലറി ഈസ്. അതിനുശേഷം നിങ്ങളൊരു 6 മാസമൊക്കെ ഒരു പരിചിതമൊക്കെ ആയി
you know the tax forms, you are experienced. Obviously, you get promotions and your salaries can go maybe multi-folds for sure. So maybe in 2 years you'll cross a lakh, which is really good. ഈ ഫീൽഡിൽ മേജർ എംപ്ലോയീസ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? ഈ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേജർ എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ബിഗ് ഫോഴ്സ് തന്നെയാണ്. ഐ വുഡ് സേ 80% ഇസ് ബിഗ് ഫോഴ്സ്, KPMG, EY, all of them. അതിനുശേഷം 20% I see a lot of small CPA firms are there, like based in Hyderabad and in Bangalore. അങ്ങനെയുള്ള ഒരു 20% എംപ്ലോയേഴ്സും ഉണ്ട്. So major employers are obviously big fours. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ചാൻസസ് ഓഫ് പ്രൊമോഷൻസ് എങ്ങനെയാണ്? I see a lot of chances for promotions because because specifically years are very less in number. So അതുകൊണ്ട് തന്നെ ബിഗ് ഫോറുകളൊക്കെ അത് മാനേജ് ചെയ്യുന്നത് ബേസിക്കലി MBA ഫൈനാൻസ് ഒക്കെ കഴിഞ്ഞ ആളുകളെ സ്പെസിഫിക്കലി US ടാക്സേഷനിലൊക്കെ ട്രെയിനിങ് ഒക്കെ ചെയ്ത്. So when you are there as an EA, obviously your chances of promotions are really high. So basically in 2 years you can be there in mid-level management positions like team leader kind of stuff or those kind of areas. So that's really good.